ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ലോകപ്രശസ്ത സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ 89-ാമത്തെ വയസ്സിൽ 2025 ഏപ്രിൽ 13 അന്തരിച്ചു. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയ എഴുത്തുകാരിൽ ഒരാളായിരുന്നു യോസ. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായിട്ടുള്ള പോഡ്കാസ്റ്റാണ് ഇത്. 2010 ഡിസംബർ 7 നോബൽ സമ്മാനം വാങ്ങിക്കൊണ്ട് സ്റ്റോക്ക്ഹോമിൽ വെച്ച് മാരിയോ വർഗാസ് യോസ നടത്തിയ അതിമനോഹരമായ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തോട് സഹകരിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാരിയോ വർഗാസ് യോസ 2010 ഡിസംബർ 7 നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയിലേക്ക് സ്വാഗതം. ഞാൻ 5-ാമത്തെ വയസ്സിൽ വായിക്കുവാൻ പഠിച്ചു. ബൊളീവിയയിലെ കൊച്ചബാംബയിലെ ഡി ലാ സാലെ അക്കാഡമിയിൽ ബ്രദർ ജസ്റ്റീനിയാനോയുടെ ക്ലാസ്സിലിരുന്നായിരുന്നു അത്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും സുപ്രധാനമായ സംഭവമായിരുന്നു അത്. 70 ആണ്ടുകൾക്ക് ശേഷവും വ്യക്തമായി ഞാൻ ഓർക്കുന്നു പുസ്തകങ്ങളിലെ വാക്കുകൾ മനസ്സിൽ രൂപങ്ങളായി വിവർത്തനം ചെയ്യപ്പെട്ടത്. ആ രൂപാന്തരത്തിലെ ഇന്ദ്രജാലം അതെൻ്റെ ജീവിതത്തെ പൊതിഞ്ഞു. സ്ഥലകാലങ്ങളുടെ അതിരുകളെ അത് ഉല്ലംഘിച്ചു. ക്യാപ്റ്റൻ നെമോയോടൊത്ത് കടലിനടിയിൽ 20,000 ലീഗ്സ്, അതായത് ഉദ്ദേശം 80,000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചത്. ആഥോസിൽ, പോർട്ടോസിൽ, റാമിസിൽ ഡി അറ്റാഗ്നനോടൊപ്പമുണ്ടായ പോരാട്ടം. ജീൻ വാൽജീൻ മാരിയാസിൻ്റെ ദുർബല ശരീരം എൻ്റെ ചുമലിൽ ചുമന്നത്. വായന സ്വപ്നങ്ങളെ ജീവിതമാക്കി തീർത്തു, ജീവിതത്തെ സ്വപ്നങ്ങളുമാക്കി തീർത്തു. ഒരു ബാലകനായിരുന്ന എന്നിൽ അതൊക്കെ സാഹിത്യത്തിൻ്റെ പ്രപഞ്ചം സാധ്യമാക്കി തീർത്തു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമൊക്കെ എഴുതിയത് അക്കാലത്ത് ഞാൻ വായിച്ചിരുന്നതിൻ്റെയൊക്കെ തുടർച്ചയായിരുന്നു എന്ന്. ഒന്നുകിൽ വായിച്ചു കൊണ്ടിരുന്നത് തീർന്നുപോയല്ലോ എന്നോർത്തുള്ള ദുഃഖത്തിൽ നിന്നെഴുതിയത്, അതല്ലെങ്കിൽ വായിച്ചു കൊണ്ടിരുന്നത് എഴുത്തുകാരൻ അവസാനിപ്പിച്ച രീതി ഇഷ്ടപ്പെടാതിരുന്നതിൽ ഞാനായി അത് തുടരാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഞാൻ ജീവിതത്തിലുടനീളം ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ആയിരുന്നിരിക്കണം. ഒരുപക്ഷെ അങ്ങനെ ഒന്നാണെന്ന് തിരിച്ചറിയാതെ ഞാൻ വളരുകയും ഒരുപക്ഷെ പക്വത പ്രാപിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ബാല്യത്തെ ഉന്മേഷഭരിതവും സാഹസികവും ആക്കിയിരുന്ന കഥകൾക്കൊക്കെ തന്നെ കാലക്രമേണ ദൈർഘ്യമുണ്ടായി വരികയായിരുന്നു. എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. എമാഡോ നോർവേയുടെയും പാബ്ലോ നെരൂദയുടെയും കവിതകൾ വായിക്കുമ്പോൾ കരഞ്ഞിരുന്ന എൻ്റെ അമ്മ, അതുപോലെ തന്നെ എൻ്റെ മുത്തച്ഛൻ പെഡ്രോയും ഈ സദസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. തിളങ്ങുന്ന കഷണ്ടിയും വലിയ മൂക്കുമായി അദ്ദേഹം ഞാൻ എഴുതുന്നത് എന്തിനേയും ആഘോഷമാക്കിയിരുന്നു. അതുപോലെ തന്നെ ലൂക്കോ അമ്മാവനും. എഴുത്തുകാരെ ഏറ്റവും മോശമായി സമൂഹം സ്വീകരിച്ചു കൊണ്ടിരുന്ന ഒരിടത്തിലും ഒരു കാലത്തിലും ലൂക്കോ അമ്മാവനാണ് എടാ നീ ജീവിതം എഴുത്തിനായി മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ജീവിതത്തിലുടനീളം അത്തരത്തിലുള്ള മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നെ സ്നേഹിച്ചവർ, എന്നെ പ്രോത്സാഹിപ്പിച്ചവർ. എന്നിൽ എനിക്ക് തന്നെ സംശയമുണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്നിലുള്ള വിശ്വാസം അവരെന്നിലേക്ക് പകരുകയായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്താലും എൻ്റെ പിടിവാശിയാലും ഭാഗ്യത്താലും എഴുത്ത് എന്ന അഭിനിവേശത്തിനായി, ആ ദുർനടപ്പിനായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാൻ എനിക്ക് സാധിച്ചു. ജീവിതം നൽകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അഭയം തേടാൻ കഴിയുന്ന ഒരു സമാന്തര ജീവിതം സൃഷ്ടിക്കുക എന്നതാണ് സാഹിത്യം ചെയ്തത്. അസാധാരണങ്ങളെ അത് സാധാരണമാക്കി, സാധാരണമെന്ന് തോന്നുന്നവയെ അത് അസാധാരണമാക്കി, കുഴപ്പങ്ങളെ അത് അപ്രത്യക്ഷമാക്കി, വിരൂപമായവയെ അത് സുന്ദരമാക്കി, ഒരു നിമിഷത്തെ അത് കാലാതീതമാക്കി, അനശ്വരമാക്കി, മരണമെന്നതിനെ ഒരു ക്ഷണനേരത്തെ ദൃശ്യമാക്കി അത് ലഘൂകരിച്ചു. കഥകൾ എഴുതുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കഥകൾ വാക്കുകളായി മാറിയപ്പോൾ കടലാസിൽ അവയെല്ലാം പൊളിഞ്ഞുപോയി. ആശയങ്ങളും ചിത്രണങ്ങളും പരാജയപ്പെട്ടു. അവയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം? ഭാഗ്യം, മഹാന്മാർ നേരത്തെ വന്നുപോയി. അവരെക്കാൾ വലിയ അധ്യാപകർ വേറെ ആരാണുള്ളത്? അവരിൽ നിന്നും
പഠിച്ചു, അവരെ പിന്തുടർന്നു. കഴിവ് എന്ന് പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യാത്ത അച്ചടക്കവും ദീർഘകാലത്തെ ക്ഷമയുമാണെന്ന് ഫ്ലോബേർട്ട് എന്നെ പഠിപ്പിച്ചു. ഭദ്രമായ ശില്പം, എഴുത്തും ഘടനയും നമ്മുടെ വിഷയത്തെ ചിലപ്പോൾ ഉയർത്താം, മറ്റു ചിലപ്പോൾ ദരിദ്രമാക്കാം എന്നെന്നെ പഠിപ്പിച്ചത് ഫോൾക്നർ ആണ്. മാർട്ടോറെല്ലും സെർവാൻറ്റസും ഡിക്കൻസും ബെൽസാക്കും ടോൾസ്റ്റോയും കൊനാർഡും തോമസ് മാനും എന്താണ് എന്നെ പഠിപ്പിച്ചത്? ശൈലീപരമായ വൈദഗ്ധ്യവും ആഖ്യാനതന്ത്രവും പോലെ തന്നെ നോവലിൽ പ്രധാനമാണ് പ്രമേയത്തിൻ്റെ വ്യാപ്തിയും ആസക്തിയുമെന്ന് അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. സാർത്ര എന്താണ് പഠിപ്പിച്ചത്? വാക്കുകളാണ് കർമ്മം എന്ന് പഠിപ്പിച്ചു. ഈ ജീവൽ നിമിഷത്തെയും നാളെയുടെ കൂടുതൽ നല്ല സാധ്യതകളെക്കുറിച്ചും എഴുതുന്ന നോവലാകട്ടെ, നാടകമാകട്ടെ, ഉപന്യാസമാവട്ടെ, അവയാൽ ചരിത്രഗതിയെ മാറ്റാം എന്ന് സാർത്രാണ് എന്നെ പഠിപ്പിച്ചത്. കമ്യൂവും ഓർവെല്ലും പറഞ്ഞത് എന്താണ്? ധാർമ്മികതയില്ലാത്ത സാഹിത്യം മനുഷ്യവിരുദ്ധമാണെന്ന് അവരെന്നെ പഠിപ്പിച്ചു. മാർലോയോ ഒഡീസിയും ഇലിയഡും പോലെയുള്ള ഇതിഹാസങ്ങളും വീരനായകത്വവും ഇക്കാലത്തും സാധ്യമാണെന്ന് എന്നെ പഠിപ്പിച്ചു. ചെറുതോ വലുതോ ആയ വിധത്തിൽ എനിക്ക് എന്തെങ്കിലും കടപ്പാടുകളുള്ള എല്ലാ എഴുത്തുകാരെയും ഈ പ്രസംഗത്തിലേക്ക് ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്നാൽ അവരുടെ നിഴലുകൾ നമ്മെ വലിയ ഇരുട്ടിലേക്ക് തള്ളിയിടും. അത്രയ്ക്ക് അസംഖ്യമാണത്. കഥ പറയുന്നതിൻ്റെ കല എനിക്ക് പറഞ്ഞു തരിക മാത്രമല്ല അവരൊക്കെ ചെയ്തത്, മാനവികതയുടെ ആഴങ്ങളിലേക്ക് അവർ എന്നെ നയിക്കുകയായിരുന്നു. മനുഷ്യൻ്റെ ധീര നേട്ടങ്ങളെ ബഹുമാനിക്കുവാൻ അവരെന്നെ പഠിപ്പിച്ചു. മനുഷ്യൻ ചെയ്തിട്ടുള്ള ക്രൂരതകളെക്കുറിച്ച് അവർ എന്നിൽ ഭയവും ജനിപ്പിച്ചു. എനിക്ക് ഏറ്റവും കടപ്പാടുള്ള സുഹൃത്തുക്കളായി അവർ മാറുകയായിരുന്നു. എൻ്റെ നിയോഗങ്ങൾക്ക് ആ സാഹിത്യകാരന്മാർ, ആ എഴുത്തുകാരാണ് ജീവൻ നൽകിയത്. ജീവിതത്തിലെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതീക്ഷകൾ ബാക്കിയുണ്ടാകുമെന്ന് അവരുടെ പുസ്തകങ്ങളിലൂടെയാണ് ഞാൻ കണ്ടെത്തിയത്. ജീവിച്ചിരിക്കുക എന്നതു തന്നെ മൂല്യങ്ങളുള്ള ഒരു കാര്യമാണ്. കാരണം ജീവിതമില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല, കഥകളെ സങ്കല്പിക്കുവാൻ കഴിയില്ല. എൻ്റേതുപോലെയുള്ള രാജ്യങ്ങളിൽ, നിരക്ഷരരായ പാവങ്ങൾ നിറയെയുള്ള രാജ്യങ്ങളിൽ, വായനക്കാർ തന്നെ തുലവും കുറവായ രാജ്യങ്ങളിൽ, മനുഷ്യർക്കെതിരെ ഏറ്റവും അനീതികൾ നടമാടുന്ന രാജ്യങ്ങളിൽ, സാംസ്കാരിക പൈതൃകം എന്നൊക്കെ നാം കരുതി വിളിക്കുന്ന സംഗതികളൊക്കെ വളരെ കുറച്ചു പേർ കൈവശം വെച്ച് അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ എഴുത്ത് എന്നത്, എഴുത്തുകാരൻ്റെ ഏകാന്തത എന്നത് ഒരാഡംബരമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുവെങ്കിലും ഈ വിചാരങ്ങൾ എൻ്റെ എഴുതുവാനുള്ള ഉൾവിളികളെ ഒരിക്കലും തടഞ്ഞിട്ടില്ല. ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു. ഒരു ഉപജീവന മാർഗത്തിനായി എൻ്റെ സമയം മുഴുവൻ ചെലവാക്കേണ്ടി വന്ന സമയങ്ങളിലും ഞാൻ എഴുതിക്കൊണ്ടേയിരുന്നു. ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തെന്നാൽ ഒരു സമൂഹത്തിൽ സാഹിത്യം പുഷ്കലമാകണമെങ്കിൽ ആ സമൂഹം സ്വാതന്ത്ര്യം, നീതി, അഭിവൃദ്ധി, ഉയർന്ന സംസ്കാരം ഇതൊക്കെ നേടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ അത്തരം സമൂഹങ്ങളിൽ സാഹിത്യമേ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ സാഹിത്യത്തിന് എൻ്റെ നന്ദി, അത് രൂപപ്പെടുത്തുന്ന ഈ ബോധത്തിന്, അത് പ്രലോഭിപ്പിക്കുന്ന ആഗ്രഹങ്ങൾക്ക്. നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഈ ആഗ്രഹങ്ങൾ മടുപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മനോഹരമായ ഭ്രമാത്മകതകളിലേക്കുള്ള യാത്രകളിലേക്ക് എഴുത്തുകാരനെ കൊണ്ടുപോകുകയാണ്. എഴുത്തുകാരൻ കഥകളാൽ നമ്മുടെയൊക്കെ ജീവിതത്തെ കൂടുതൽ മാനവികമാക്കി തുടങ്ങിയതിന് ശേഷം നാഗരികത മുൻപെന്നത്തേക്കാളും ക്രൂരത കുറഞ്ഞ ഒന്നായിട്ടുണ്ട്. നമ്മൾ വായിച്ച നല്ല പുസ്തകങ്ങളില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതേക്കാൾ മോശം മനുഷ്യരാകുമായിരുന്നു. നമ്മൾ കൂടുതൽ യാഥാസ്ഥിതികരാകുമായിരുന്നു. നമ്മൾ ഇത്രയും അസ്വസ്ഥരായിരിക്കില്ലായിരുന്നു. കൂടുതൽ വിധേയത്വമുള്ളവരായി തീരുമായിരുന്നു. വിമർശനാത്മക ധൈര്യം, പുരോഗതിയുടെ ആവേഗം ഇതൊന്നും നമ്മിൽ ഇത്രമാത്രം ഉണ്ടാകുമായിരുന്നില്ല. എഴുത്തുപോലെ തന്നെ വായനയും ജീവിതത്തിൻ്റെ അപര്യാപ്തതകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ജീവിതത്തിൽ ഇല്ലാതെ പോയതിനെയാണ് നാം കഥകളിൽ അന്വേഷിക്കുന്നത്. നാം ഒരിക്കലും പറയാറില്ലാത്ത ഒരു കാര്യമുണ്ട്. പലപ്പോഴും നാം അത് തിരിച്ചറിയുന്നത് പോലുമില്ല. ജീവിതം നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതാണത്. കേവലമായ മനുഷ്യാവസ്ഥ എന്താണെന്ന് അത് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ, അതെന്താണ് എന്നറിയാനുള്ള ആഗ്രഹം നമ്മിൽ അദമ്യമായിരിക്കുമ്പോൾ, നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ജീവിതങ്ങൾ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, ആ ജീവിതങ്ങളെ എങ്ങനെയെങ്കിലും ജീവിക്കാനാണ്
നാം കഥകൾ എഴുതുന്നത്, കഥകൾ വായിക്കുന്നത്. ജീവിതം ജീവയോഗ്യമാകുവാൻ സ്വാതന്ത്ര്യം എത്രമാത്രം അത്യന്താപേക്ഷിതമാണെന്ന് നാം മനസ്സിലാക്കില്ലായിരുന്നു കഥകൾ നമ്മോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ. ഒരു ഭീകര ഭരണാധികാരി ആ സ്വാതന്ത്ര്യത്തെ നരകതുല്യമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമോ മതമോ ആ സ്വാതന്ത്ര്യത്തെ നരകതുല്യമാക്കുമ്പോൾ നാം തിരിച്ചറിയില്ലായിരുന്നു കഥകൾ നമ്മോടൊപ്പം ഇല്ലായിരുന്നുവെങ്കിൽ. ഞാൻ ഈ പറയുന്നതിൽ സംശയമുള്ളവർ സ്വയം ഒന്ന് ചോദിച്ചു നോക്കട്ടെ. സാഹിത്യം നമ്മെ സൗന്ദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വപ്നങ്ങളിൽ ആഴ്ത്തുക മാത്രമാണോ ചെയ്യുന്നതെന്ന്? അതല്ല, അത് എല്ലാ അടിച്ചമർത്തലുകളെക്കുറിച്ചും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ എന്ന്? അല്ലെങ്കിൽ പൗരൻ്റെ കളിത്തൊട്ടിൽ മുതൽ അയാളുടെ മരണം വരെ പൗരരുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ എല്ലാ ഭരണകൂടങ്ങളും എന്തുകൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്വതന്ത്രരായ എഴുത്തുകാരെ ഉന്നം വെച്ച് സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുവാൻ സെൻസർഷിപ്പിൻ്റെ നിരവധി സ്ഥാപനങ്ങൾ ഇങ്ങനെ എവിടെയും? പുസ്തകങ്ങളിലൂടെ ഭാവനയെ സ്വതന്ത്രമായി ഒഴുകുവാൻ അനുവദിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് അവർക്ക് നന്നായി അറിവുള്ളതുകൊണ്ടാണിത്. അവർക്കറിയാം കഥകൾ വായനക്കാരിൽ ഉണ്ടാക്കാവുന്ന സ്വാതന്ത്ര്യബോധത്തിൻ്റെ അപകടകരമായ സാധ്യതകളെക്കുറിച്ച്. എന്നാൽ യഥാർത്ഥ ലോകത്തിൽ പതിയിരിക്കുന്ന ജ്ഞാനവിരുദ്ധതയും ഭയവുമായി താരതമ്യം ചെയ്യുവാൻ ഈ കഥകൾ വായനക്കാരെ പ്രാപ്തരാക്കുന്നതിനെക്കുറിച്ച്. കഥാകാരിയോ കഥാകാരനോ കഥ എഴുതുമ്പോൾ അവർ അറിയാതെയോ അറിഞ്ഞോ ഒരുതരം അതൃപ്തി പ്രചരിപ്പിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന ലോകം മോശമായി നിർമ്മിക്കപ്പെട്ടതാണെന്നും ഫാൻറ്റസി, കൽപ്പനകൾ നിറഞ്ഞ ജീവിതം നമ്മുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളെക്കാൾ സമ്പന്നമാണെന്നും ഈ കഥകൾ തെളിയിക്കുന്നുണ്ടല്ലോ. ഈയൊരു വസ്തുത അവരുടെ സംവേദനക്ഷമതയിലും അവബോധത്തിലും വേരൂന്നിയാൽ ഭരണവ്യവസ്ഥകൾക്ക് പൗരന്മാരെ ഉപായങ്ങൾ കൊണ്ട് തരപ്പെടുത്തുവാൻ പ്രയാസമായി വരും. ചോദ്യം ചെയ്യുന്ന അധികാരികൾ പറയുന്ന നുണകൾ അംഗീകരിക്കുവാൻ ജനങ്ങൾ തയ്യാറാകാതെ വരും. കാരണം അധികാരികൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവർ ഉണ്ടാക്കുന്ന ഈ തടവിനുള്ളിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്നാണ്, അവർക്കത് മെച്ചപ്പെട്ട ഒരു ജീവിതം നൽകുന്നുവെന്നാണ്. നല്ല സാഹിത്യം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ ആഹ്ലാദിപ്പിച്ചും വേദനിപ്പിച്ചും വിസ്മയിപ്പിച്ചും ഭാഷാതീതമായി നമ്മെ അത് ഐക്യപ്പെടുത്തുന്നു. വിവിധ വിശ്വാസങ്ങൾക്കതീതമായി ശീലങ്ങൾക്കും ആചാരങ്ങൾക്കും മുൻവിധികൾക്കും എല്ലാം അപ്പുറം സാഹിത്യം നമ്മെ ഒന്നിപ്പിക്കുന്നു. ഒരു വലിയ വെള്ളത്തിമിംഗലം ക്യാപ്റ്റൻ അഹാബിനെ ആഴക്കടലിൽ മറവു ചെയ്യുമ്പോൾ ടോക്കിയോയിലും ലീമയിലും ടിംബുക്ടുവിലുമുള്ള വായനക്കാരിൽ സമാനമായ ഭീതിയാണ് ജനിക്കുന്നത്. എമ്മ ബോവറി എലിവിഷം വിഴുങ്ങുമ്പോൾ, അന്ന കരനീന തീവണ്ടിക്ക് മുന്നിൽ ചാടുമ്പോൾ, ജൂലിയൻ സോറൻ തൂക്കുമരത്തട്ടിലേക്ക് കയറുമ്പോൾ, എൽ സൂറിൽ നഗരത്തിലെ ഡോക്ടർ യുവാൻ ദഹൽമാൻ മദ്യശാലയിൽ നിന്നും കൊള്ളക്കാരൻ്റെ കത്തി നേരിടുവാനായി ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ പെഡ്രോ പരാമോയുടെ ഗ്രാമമായ കൊമാലയിലുള്ള എല്ലാ ജനങ്ങളും മരിച്ചുവെന്ന് നാം തിരിച്ചറിയുമ്പോൾ, നമ്മൾ ബൗദ്ധരാകട്ടെ, കൺഫ്യൂഷ്യസിനെ ആദരിക്കുന്നവരാകട്ടെ, ക്രിസ്തുവിനെയോ അള്ളാഹുവിനെയോ ആരാധിക്കുന്നവരാകട്ടെ, അവിശ്വാസിയായിക്കൊള്ളട്ടെ, ഏതുതരം വസ്ത്രം ധരിക്കുന്നവരുമായിക്കൊള്ളട്ടെ, എല്ലാ വായനക്കാരിലും ഉണ്ടാകുന്നത് ഒരേ തരത്തിലുള്ള ഒരു വിറയലാണ്. സാഹിത്യം മനുഷ്യ സമൂഹത്തിലെ നാനാത്വങ്ങളിൽ സാഹോദര്യമുണ്ടാക്കുന്നു. അജ്ഞതയും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും ഭാഷകളും മണ്ടത്തരങ്ങളും ഉണ്ടാക്കുന്ന അതിർവരമ്പുകളെ സാഹിത്യം അലിയിച്ച് കളയുന്നു. ഓരോ ചരിത്ര കാലഘട്ടത്തിനും അതിൻ്റേതായ ഭീകരതകളുണ്ട്. നമ്മുടേത് മതാന്ധരുടേതാണ്, ചാവേർ ഭീകരരുടേതാണ്. കൊല്ലുക വഴി സ്വർഗം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രാചീന ജീവി വംശമാണ് ഇവർ. മാത്രമല്ല, നിരപരാധികളുടെ രക്തം കൊണ്ട് ഒരു സമൂഹം നേരിടേണ്ടി വരുന്ന അപമാനങ്ങളെ കഴുകിക്കളയാമെന്നും അവർ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അനീതികൾ തിരുത്താമെന്ന് അവർ കരുതുന്നു. തെറ്റായ വിശ്വാസങ്ങൾക്കുമേൽ സത്യമെന്ന മുദ്ര ചാർത്തപ്പെടുന്നു. നമ്മൾ വിശ്വസിക്കുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരുടെ കൈകളാൽ ലോകമാകമാനം നിരവധി ആളുകൾക്ക് സഹനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. ലോകത്തിലെ സമഗ്ര ആധിപത്യ സാമ്രാജ്യങ്ങളുടെ തകർച്ചയോടെ സഹവർത്തിത്വത്തിലൂടെ സമാധാനം, ബഹുസ്വരത, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം ഇവയെല്ലാം ശക്തമാകുമെന്നും ഇനിമേൽ വംശഹത്യകളും അധിനിവേശങ്ങളും വിനാശകാരികളായ യുദ്ധങ്ങളും ഉണ്ടാകില്ലെന്നും നമ്മൾ വിശ്വസിച്ചു. എന്നാൽ അതൊന്നുമല്ലല്ലോ ഉണ്ടായത്. ക്രൂരതയുടെ പുതിയ രൂപങ്ങൾ വളർന്നു തെഴുക്കുന്നു. അത് മതഭ്രാന്തിനെ പ്രേരിപ്പിക്കുന്നു. കൂട്ടം കൂട്ടമായി സമൂഹങ്ങളെ നശിപ്പിക്കുവാനുള്ള ആയുധ വ്യാപനത്തിനും പ്രേരിപ്പിക്കുന്നു. ഭ്രാന്തിൻ്റെ ഈ വീണ്ടെടുപ്പുകാരിൽ ഒരു ചെറിയ വിഭാഗം ഒരാണവ വിപത്തിന് തന്നെ കാരണമായേക്കാം എന്നതും
നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇക്കൂട്ടരെ നമുക്ക് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് അവരെ നേരിടേണ്ടതുമുണ്ട്. അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ കോലാഹലം ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്നുണ്ട്. അവർ ഉയർത്തിവിടുന്ന പേടി സ്വപ്നങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ സംസ്കൃതി നൂറ്റാണ്ടുകളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ തട്ടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരുടെ കുൽസിത പ്രവൃത്തികൾ നമ്മെ തളർത്താൻ പാടില്ല. ലിബറൽ ജനാധിപത്യത്തെ അതിൻ്റെ എല്ലാ പരാധീനതകളോടെയെങ്കിലും നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. കാരണം അത് രാഷ്ട്രീയ ബഹുസ്വരതയെ പ്രതിനിധാനം ചെയ്യുന്നു, സഹവർത്തിത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു, സഹിഷ്ണുതയെ പ്രതിനിധാനം ചെയ്യുന്നു, മനുഷ്യാവകാശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, വിമർശനങ്ങളെ അത് ബഹുമാനിക്കുന്നു, നിയമവാഴ്ചയെ അത് ആദരിക്കുന്നു, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകളിൽ അത് വിശ്വസിക്കുന്നു, അധികാരമാറ്റങ്ങളിൽ വിശ്വസിക്കുന്നു, നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന, നമ്മയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്ന എല്ലാത്തിനെയും ലിബറൽ ജനാധിപത്യം പ്രതിനിധാനം ചെയ്യുന്നു. ഒരുപക്ഷെ ഒരിക്കലും നാം ഈ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരില്ല എന്നിരിക്കാം. സാഹിത്യം നമ്മുടെ മുന്നിൽ നിവർത്തുന്ന സമ്പൂർണവും സുന്ദരവുമായ ജീവിതത്തിലേക്ക് ലിബറൽ ജനാധിപത്യത്തിന് നമ്മെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നിരിക്കലും അതിനെ നമുക്ക് അർഹമാക്കുന്നത്, യോഗ്യതയുള്ളവരാക്കുന്നത് എഴുത്തിലൂടെയും വായനയിലൂടെയും കണ്ടെത്തുന്നതിലൂടെ മാത്രമാണ്. കൊലപാതകികളായ മതഭ്രാന്തന്മാരെ നേരിടുന്നതിലൂടെ സ്വപ്നം കാണാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുമുള്ള നമ്മുടെ അവകാശത്തെ നാം സ്വയം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ യൗവനകാലത്ത് എൻ്റെ തലമുറയിലെ മറ്റെഴുത്തുകാരെ പോലെ തന്നെ ഞാനും ഒരു മാർക്സിസ്റ്റായിരുന്നു. എൻ്റെ രാജ്യത്തും ലാറ്റിൻ അമേരിക്കയിലും മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിലും നിലവിലുള്ള സാമൂഹ്യ അനീതികൾക്കും ചൂഷണങ്ങൾക്കുമുള്ള പരിഹാരം സോഷ്യലിസമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതിശക്ത ഭരണകൂടങ്ങളോടുള്ള എൻ്റെ മോഹഭംഗങ്ങൾക്ക് നീണ്ട ചരിത്രമാണുള്ളത്. ഒരു ജനാധിപത്യവാദിയായി, ഒരു ലിബറലായി ഞാൻ പതിയെ പരിണമിക്കുകയായിരുന്നു. അതിനുള്ള ഒരു പ്രധാന കാരണം ക്യൂബൻ വിപ്ലവത്തിന് വന്ന ഭാവാന്തരമാണ്. ഞാൻ ആദ്യമൊക്കെ ആവേശഭരിതനായിരുന്നു. എന്നാൽ സോവിയറ്റ് ലംബമാന മാതൃകയിലേക്കുള്ള അമിതാധികാര കേന്ദ്രീകരണത്തിലേക്കുള്ള ക്യൂബയിലെ മാറ്റം ഞാൻ കണ്ടു. ഇരുമ്പുവേലികൾ ചാടി പുറത്തു വന്നവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു മനം മടുത്തു. ചെക്കോസ്ലോവാക്യയിലുണ്ടായ അധിനിവേശം എന്നെ തളർത്തി. ഇതിനെല്ലാം ഉപരിയായി റെയ്മണ്ട് ആരോൺ, ഴാങ് ഫ്രാങ്കോയ്സ് റെവർ, യശയ്യ ബെർലിൻ, കാൾ പോപ്പർ തുടങ്ങിയ ചിന്തകരും ഒരു കാരണമായി മാറി. തുറന്ന സമൂഹങ്ങളെക്കുറിച്ചും ജനാധിപത്യ സംസ്കാരത്തെക്കുറിച്ചുമുള്ള എൻ്റെ ഇപ്പോഴത്തെ ധാരണകൾക്ക് ഞാൻ ആ ചിന്തകരോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. പാശ്ചാത്യ ലോകത്തെ ബുദ്ധിജീവികൾ അവസരവാദം കൊണ്ടാകാം സോവിയറ്റ് സോഷ്യലിസം എന്ന മന്ത്രവാദത്തിനും അതിലും മോശമായി തീർന്ന ചൈനീസ് സാംസ്കാരിക വിപ്ലവം എന്ന രക്തദാഹികളായ മന്ത്രവാദിനികളുടെ ശബാത്തിനും കീഴടങ്ങിയപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ബുദ്ധിജീവികളാണ് ആശയവ്യക്തതയുടെയും ധൈര്യത്തിൻ്റെയും ഉദാഹരണമായി തീർന്നത്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പാരീസിലെത്തുന്നതിനെക്കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഫ്രഞ്ച് സാഹിത്യത്തിൽ ആകൃഷ്ടനായിട്ടായിരുന്നു അത്. അവിടെ താമസിച്ചാൽ ബെൽസാക്കും സ്റ്റെൻഡാലും ബോദ്ലെയറും ശ്വസിച്ച വായു ശ്വസിച്ചാൽ അതെന്നെ ഒരു യഥാർത്ഥ എഴുത്തുകാരനാക്കി പരിണമിപ്പിക്കും എന്ന് ഞാൻ സ്വപ്നം കണ്ടു. അല്ലെങ്കിൽ ഞാൻ പെറുവിലെ ഒരു ഞായറാഴ്ച അവധി ദിവസ എഴുത്തുകാരനായി അവസാനിക്കുമെന്നും ഞാൻ കരുതി. ഒരിക്കലും മറക്കാനാവാത്ത നിരവധി പാഠങ്ങൾ എനിക്ക് നൽകിയ ഫ്രാൻസിനോടും ഫ്രഞ്ച് സംസ്കാരത്തോടും ഞാൻ വലുതായി കടപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് സാഹിത്യമെന്നത് വെറും ഒരു ഉള്ളുവിളി മാത്രമല്ല, അതിൻ്റേതായ അച്ചടക്കമുണ്ട്, അതൊരു തൊഴിലാണ്, അതിന് ചില പിടിവാശികളുണ്ട്. ഇതൊക്കെ ഫ്രാൻസാണ് എന്നെ പഠിപ്പിച്ചത്. സാർത്രും കമ്യുവും അവിടെ താമസിച്ചെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇംഗ്മാർ ബെർഗ്മാൻ്റെ സിനിമകൾ വരുമ്പോൾ, ആന്ദ്രേ മാർലോയുടെ അഴകാർന്ന രചനകൾ ഉണ്ടാകുമ്പോൾ, ജനറൽ ഡിഗോളിൻ്റെ പത്രസമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഫ്രാൻസിനോട് ഏറ്റവും കൃതജ്ഞതയുള്ളത് അത് ലാറ്റിൻ അമേരിക്കയെ കണ്ടെത്തിയതിലാണ്. ഫ്രാൻസിൽ വെച്ചാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചരിത്രം ഏകോപിപ്പിച്ച ഒരു മഹാഭൂപ്രദേശത്തിൻ്റെ ലാറ്റിൻ അമേരിക്കയുടെ ഒരു ഭാഗമാണ് പെറു എന്ന കാര്യം. ചരിത്രത്താലും ഭൂമിശാസ്ത്രത്താലും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളാലും ഏകോപിപ്പിക്കപ്പെട്ട പ്രദേശം. അവർ സംസാരിക്കുന്ന, എഴുതുന്ന മനോഹരമായ ഭാഷയാലും ഏകോപിപ്പിക്കപ്പെട്ട ഒരു പ്രദേശം. അതേസമയത്ത് നവശക്തിയുള്ള പുതിയ സാഹിത്യം ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ അവരെയും വായിച്ചു. ഒക്ടാവിയോ പാസ്, കോർട്ടസാർ, ഗാർസിയ മാർക്കേസ്, ഫുയൻറ്റസ്, കബേറ ഇൻഫെൻറ്റ, റൂൾഫോ, ഒനേറ്റി, കാർപെൻറ്റിയർ, എഡ്വാർഡ്സ്, ഡൊനോഗോ, സ്പാനിഷ് ഭാഷയിലെ ആഖ്യാന ശൈലിയിൽ വിപ്ലവം കൊണ്ടുവന്നവർ,
ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് അധികാര അട്ടിമറികളും താടിക്കാരായ ഗറില്ലകളും ഏകാധിപതികളും മാത്രമല്ല, ആശയങ്ങളുടെയും ലാവണ്യരൂപങ്ങളുടെയും സാഹിത്യ ഭ്രമാത്മകതകളുടെയും ഇടം കൂടിയാണെന്ന് അവർ തെളിയിച്ചു. അവർ എഴുതിയതെല്ലാം തന്നെ ഒരു ലോകഭാഷയാണ് സംസാരിച്ചത്. വീഴ്ചകൾ ലാറ്റിൻ അമേരിക്കയ്ക്ക് ആവോളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഇടർച്ചകൾക്കും മണ്ടത്തരങ്ങൾക്കുമൊപ്പം ലാറ്റിൻ അമേരിക്ക പുരോഗതിയും നേടിയിട്ടുണ്ട്. എന്നിരുന്നാലും സീസർ വല്ലേജോ തൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ, സഹോദരന്മാരെ, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ക്യൂബയും പിൻഗാമിയാകാൻ ശ്രമിക്കുന്ന വെനസ്വേലയും ബൊളീവിയ, നിക്കരാഗ്വ തുടങ്ങിയ ചില കപട ജനപ്രിയ കോമാളി ജനാധിപത്യങ്ങളും മാത്രമാണ് ജനാധിപത്യ അംശം കുറഞ്ഞ ഭരണകൂടങ്ങളായി ഇപ്പോഴുള്ളത്. ഈ ഭൂഖണ്ഡത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ജനാധിപത്യമാണ് പ്രവർത്തിക്കുന്നത്. വിശാലമായ ജനകീയ സമവായത്തിൻ്റെ പിന്തുണയോടെ ബ്രസീൽ, ചിലി, ഉറുഗ്വേ, പെറു, കൊളംബിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, മെക്സിക്കോ, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമസാധുതയെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പുകളെയും അധികാരത്തിലെ പിന്തുടർച്ചയെ ബഹുമാനിക്കുന്ന ഒരിടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. ഇതാണ് ശരിയായ വഴി. ഈ വഴിയെ തന്നെ യാത്ര തുടരുകയും അഴിമതിക്കെതിരെയും ജനവഞ്ചനയ്ക്കെതിരെയും പോരാടുകയും ലോകവുമായി സമന്വയിക്കുകയും ചെയ്താൽ ഭാവിയുടെ ഭൂഖണ്ഡം എന്ന പേരിൽ നിന്നും ലാറ്റിൻ അമേരിക്ക മോചിതമാകുകയും വർത്തമാനത്തിൻ്റെ ഭൂഖണ്ഡമാകുകയും ചെയ്യും. യൂറോപ്പിൽ ഒരിക്കലും ഒരു വിദേശിയാണെന്ന തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഒരിടത്തും. പാരീസിലും ലണ്ടനിലും ബാഴ്സലോണയിലും ബെർലിനിലും വാഷിങ്ടണിലും ന്യൂയോർക്കിലും ബ്രസീലിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലും താമസിച്ചപ്പോൾ എനിക്കെല്ലാം സ്വന്തം വീട് പോലെ തോന്നി. സമാധാനത്തോടെ ജീവിക്കാനും ജോലി ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും സ്വപ്നങ്ങളെ താലോലിക്കുവാനും സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും വായിക്കാൻ നല്ല പുസ്തകങ്ങൾ കണ്ടെത്താനും എഴുതാൻ വിഷയങ്ങൾ കണ്ടെത്തുവാനുമുള്ള ഒരു മാളമാണ് ഇവിടങ്ങളിലെല്ലാം ഞാൻ കണ്ടെത്തിയത്. ഇങ്ങനെയൊക്കെ ഒരു ലോക പൗരനായി മാറിയത് ഒരു തരത്തിലും എൻ്റെ പെറൂവിയൻ വേരുകളെ ബാധിച്ചില്ല എന്നത് ഓർക്കണം. എൻ്റെ നാടുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന ഒന്നും ഈ കാലയളവിൽ ദുർബലമായിട്ടില്ല. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പെറൂവിയൻ അനുഭവങ്ങൾ എന്നെ തുടർന്നും ഇങ്ങനെ ആവേശിക്കില്ലായിരുന്നല്ലോ. എൻ്റെ കഥകളിൽ പെറു അകലെയാണെന്ന് തോന്നുമായിരിക്കാം. എങ്കിലും എവിടെയും പെറു ആണ് താനും. ജനിച്ച നാടിനു പുറത്ത് ഇത്രയും കാലം ജീവിച്ചത് നാടുമായുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. അവയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടും അതിനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നൊസ്റ്റാൾജിയയും കൂട്ടിച്ചേർത്തു ഞാൻ. ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ഉണ്ടാകേണ്ടതല്ല ഇതൊക്കെ. ജന്മനാടിനോടുള്ള സ്നേഹം ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ഉണ്ടാകേണ്ടതല്ല. മറ്റേതൊരു പ്രണയത്തെയും പോലെ ഹൃദയപൂർവ്വം നടക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. പ്രണയികളെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കൂട്ടുകാരെയും ഒന്നിപ്പിക്കുന്ന എന്തോ ഒന്നുപോലെയാണ് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം. ഞാൻ പെറുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. കാരണം അവിടെയാണ് ഞാൻ ജനിച്ചത്, വളർന്നത്, രൂപപ്പെട്ടത്, ബാല്യ യൗവന അനുഭവങ്ങൾ ഉണ്ടായത്, എൻ്റെ വ്യക്തിത്വത്തെ ഉണ്ടാക്കിയത്. അവിടെയാണ് ഞാൻ പ്രേമിക്കപ്പെട്ടത്, വെറുക്കപ്പെട്ടത്, സന്തോഷിച്ചത്, സഹിച്ചത്, സ്വപ്നം കണ്ടത്. അവിടെ എന്തു സംഭവിച്ചാലും അതെന്നെ ബാധിക്കുകയാണ് ഇപ്പോഴും. ലോകത്തിൽ മറ്റെവിടെ സംഭവിക്കുന്നതും എന്നെ ബാധിക്കുന്നതിലും എത്രയോ അധികമായിട്ടാണ് പെറുവിൽ സംഭവിക്കുന്നത് എന്നെ ബാധിക്കാറുള്ളത്. അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അത് സംഭവിക്കുന്നത്. അത് ബോധപൂർവം ഞാൻ നടത്തുന്ന, എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല തന്നെ. അങ്ങനെ അത് സംഭവിക്കുകയാണ്, അത്ര തന്നെ. ചില നാട്ടുകാരെങ്കിലും എന്നെ ഒരു രാജ്യദ്രോഹിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. എൻ്റെ പൗരത്വം പോലും എനിക്ക് നഷ്ടപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവസാനത്തെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന എല്ലാ രാജ്യങ്ങളോടും പെറുവിലെ ഏകാധിപത്യത്തിനെതിരെ പ്രതിരോധിക്കുവാൻ ഞാൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ലോകത്തിലെ എല്ലാ ഏകാധിപത്യങ്ങളോടും എനിക്കുള്ള നിലപാട് ഒന്ന് തന്നെയാണ്. അതുതന്നെയായിരുന്നു പെറുവിലെ ഏകാധിപത്യത്തോടും എനിക്കുണ്ടായിരുന്നത്. പിനോഷയ്ക്കെതിരെയാകട്ടെ, ഫിദൽ കാസ്ട്രോയ്ക്കെതിരെയാകട്ടെ, അഫ്ഗാനിസ്ഥാനിലെ താലിബാനിനെതിരെയാകട്ടെ, ഇറാനിലെ ഇമാമിനെതിരെയാകട്ടെ, തെക്കേ ആഫ്രിക്കയിലെ അപ്പാർത്തൈഡിനെതിരാകട്ടെ, മ്യാൻമാറിലെ യൂണിഫോം ഇട്ട ഏകാധിപതികൾക്കെതിരെയാകട്ടെ, എൻ്റെ നിലപാട് ഒന്ന് തന്നെയാണ്. നാളെയും ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. പക്ഷേ പെറുവിൽ അങ്ങനെയൊന്ന് ഇനി സംഭവിക്കാതിരിക്കട്ടെ. പെറുവിലെ ജനങ്ങൾ അതിന് അനുവദിക്കാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി പട്ടാള അട്ടിമറി ഉണ്ടായാൽ പെറുവിലെ ദുർബല ജനാധിപത്യം ഇല്ലാതാക്കും. എൻ്റെ പ്രതികരണങ്ങൾ പലരും ആരോപിച്ചിട്ടുള്ളതുപോലെ വൈകാരികമായ ഒന്നായിരുന്നില്ല. ഏകാധിപത്യം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ ഏത് രാജ്യത്താണെങ്കിലും. ഏകാധിപത്യം ഉണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുവാൻ കാലം പിടിക്കും. അത് രാജ്യത്തെ വ്യവസ്ഥകളെ തകിടം മറിക്കും. വിഷമാണത്. അതിനാൽ ഏകാധിപത്യങ്ങളെ രണ്ടാമതൊന്നും ആലോചിക്കാതെ നാം എതിർക്കണം. ഖേദകരമാണ് ക്യൂബയിലാകട്ടെ, വെനിസ്വേലയിലാകട്ടെ, മ്യാൻമാറിലാകട്ടെ, ചൈനയിലാകട്ടെ
ഒറ്റയ്ക്ക് നിന്ന് ഏകാധിപതികൾക്കെതിരെ പൊരുതുന്നവരെ ലോക ജനാധിപത്യങ്ങൾ സംരക്ഷിക്കാതെ മർദ്ദകരുടെ കൂടെ നിൽക്കുന്നത്. എൻ്റെ നാട്ടുകാരനായ ജോസ് മരിയ അഗ്വേദാസ് പെറുവിനെ എല്ലാ ചോരയുടെയും രാജ്യം എന്ന് വിളിച്ചു. ഇതിൽ കൂടുതൽ കൃത്യമായ ഒരു നിർവചനം സാധ്യമല്ല. അതാണ് ഞങ്ങൾ. അതാണ് ഓരോ പെറുവിയനും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വികാരം, നമ്മളത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. 4 പ്രധാന കാര്യങ്ങളുടെ ആകത്തുകയാണത്: പാരമ്പര്യങ്ങൾ, വംശങ്ങൾ, വിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ. എനിക്ക് അഭിമാനമാണുള്ളത് ഞാൻ ഒരു പ്രീ ഹിസ്പാനിക് സംസ്കാരത്തിൻ്റെ അനന്തരാവകാശിയാണെന്നുള്ളതിൽ. ലോകത്തിലെ എല്ലാ പ്രധാന മ്യൂസിയങ്ങളിലും പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന പ്രാചീന പെറൂവിയൻ തുണിത്തരങ്ങൾ, തൂവൽ കൊണ്ടുള്ള ആഭരണങ്ങൾ, ഇൻക സെറാമിക്സ്, മാച്ചുപിച്ചുവും ഗ്രാൻഡ് ചിമുവും ലാബ്രൂജയിലെ ശ്മശാനഭൂമിയും ഉണ്ടാക്കിയവരും വാളുകളും കുതിരകളും ഗ്രീസിൽ നിന്നും റോമിൽ നിന്നും പെറുവിലേക്ക് കൊണ്ടുവന്നവരും യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും നവോത്ഥാനവും സെർവാൻറ്റിസും സംഗീതവും ഇതെല്ലാം എൻ്റെ പാരമ്പര്യമാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതെല്ലാം എൻ്റെ ചെറു രാജ്യത്തിന് അവകാശപ്പെട്ടതാണെങ്കിലും സ്വന്തമായ ഒരു സത്വമില്ല എന്നത് എത്ര അസാധാരണമായ ഒരു പദവിയാണ്. അമേരിക്കയെ കീഴടക്കിയ ചരിത്രം ക്രൂരമാണ്. ചരിത്രത്തിലെ മറ്റെല്ലാ അധിനിവേശവും പോലെ തന്നെ നാം അതിനെ വിമർശിക്കണം. പക്ഷേ കൊള്ളയും കൊള്ളിവയ്പും കുറ്റകൃത്യങ്ങളും ചെയ്തവർ ഭൂരിഭാഗവും നമ്മുടെ മുതുമുത്തച്ഛന്മാരായിരുന്നു. അമേരിക്കയിൽ വന്ന് അമേരിക്കൻ രീതികൾ സ്വീകരിച്ച സ്പെയിൻകാരായിരുന്നു. സ്വന്തം നാട്ടിൽ തുടർന്നവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആത്മവിമർശങ്ങൾ നല്ലതാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ സ്പെയിൻകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഈ മുൻ കോളനി രാഷ്ട്രങ്ങളിൽ അധികാരത്തിൽ വന്നവർ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെ വിമോചിപ്പിച്ചില്ലല്ലോ. പണ്ട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്തില്ലല്ലോ. പകരം അവരെ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യത്തെ അധിനിവേശക്കാരുടെ അതേ ആർത്തിയും വീര്യവും നമ്മളും കാണിച്ചു തദ്ദേശീയരോട്. കൃത്യമായ വ്യക്തതയോടെ നമ്മൾ പറയേണ്ടതുണ്ട്, തദ്ദേശീയരുടെ ഉന്നമനം നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമായിരുന്നു കഴിഞ്ഞ 200 വർഷങ്ങളായി. പക്ഷേ നമ്മളത് നിർവഹിച്ചതേയില്ല. ലാറ്റിൻ അമേരിക്കയിൽ ഇന്നും പരിഹരിക്കപ്പെടാതെ തുടരുന്ന പ്രശ്നമാണിത്. ഈ അപമാനത്തിന് ലാറ്റിൻ അമേരിക്കയിൽ ഒരു അപവാദമില്ല. ഞാൻ പെറുവിനെ സ്നേഹിക്കുന്ന അത്ര തന്നെ സ്പെയിനിനെയും സ്നേഹിക്കുന്നു. എനിക്ക് അവളോടുള്ള കടപ്പാടിൻ്റെ അത്ര കൃതജ്ഞതയുമുണ്ട്. സ്പെയിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കില്ലായിരുന്നു. നിർഭാഗ്യവാന്മാരായ നിരവധി മറ്റെഴുത്തുകാരെ പോലെ, സഹപ്രവർത്തകരെ പോലെ, പ്രസാധകരെ കാണാതെ, വായനക്കാരെ കിട്ടാതെ ഞാനും അലഞ്ഞു നടക്കുമായിരുന്നു. ദുഃഖകരം. ഒരുപക്ഷെ ഒരു ദിവസം വന്നേക്കാം അവരെയും ലോകം ആദരിക്കുന്ന ഒരു ദിവസം. എൻ്റെ എല്ലാ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് സ്പെയിനിലാണ്. അർഹിക്കുന്നതിലും വലിയ അംഗീകാരമാണ് എനിക്ക് സ്പെയിനിൽ ലഭിച്ചത്. കാർലോസ് ബാരലിനെ പോലെ, കാർമൻ ബെൽസസിനെ പോലെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ എന്നോട് അസൂയയാണ് എൻ്റെ കഥകൾക്ക് ഇത്രയേറെ വായനക്കാരുള്ളതിൽ. എൻ്റെ പൗരത്വം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ എനിക്ക് 2ാം പൗരത്വം നൽകി സ്പെയിൻ. പെറൂവിയനായി തുടരുമ്പോൾ ഒരു സ്പാനിഷ് പൗരത്വം, പാസ്പോർട്ട് കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് ഒരു സമയത്ത് പോലും ഒരു കുറ്റബോധമോ വിഷമമോ തോന്നിയിട്ടില്ല. കാരണം രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഞാൻ എന്ന ഒരു ചെറിയ വ്യക്തിയെ അവലംബിച്ചല്ല ഇത് ഞാൻ പറയുന്നത്, മറിച്ച് ചരിത്രത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അവശ്യ യാഥാർത്ഥ്യങ്ങളാണ്. സ്പാനിഷ് മണ്ണിൽ ഇത്രനാൾ താമസിച്ചിട്ടും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ വർഷങ്ങൾ ബാസിലോണിയയിൽ 1970കളുടെ ആദ്യം ജീവിച്ച 5 വർഷങ്ങളാണ്. ഫ്രാങ്കോയുടെ ഏകാധിപത്യം തുടരുകയായിരുന്നു. ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അത് ഒരു ഫോസിലായി കഴിഞ്ഞിരുന്നു. ആ ഭരണം, അതിൻ്റെ നിയന്ത്രണങ്ങൾ പണ്ടേ പോലെ ഫലിക്കുന്നില്ലായിരുന്നു, പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ. സെൻസർമാർക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്ത വിധമുള്ള വിള്ളലുകൾ എല്ലായിടത്തും തുറന്നുകൊണ്ടിരുന്നു. അവയിലൂടെ സ്പാനിഷ് സമൂഹം പുതിയ ആശയങ്ങൾ, പുസ്തകങ്ങൾ, ചിന്താധാരകൾ, കലാപരമായ മൂല്യങ്ങൾ, അന്നേവരെ അട്ടിമറികൾ എന്ന് കണ്ട് നിരോധിക്കപ്പെട്ടിരുന്നവ എല്ലാത്തിനെയും ജനങ്ങൾ സ്വാംശീകരിച്ചു തുടങ്ങി. ഈ പുതിയ സാഹചര്യത്തെ ബാഴ്സലോണ പോലെ പ്രയോജനപ്പെടുത്തിയ മറ്റൊരു നഗരവും ഉണ്ടായിട്ടില്ല. ആശയങ്ങളുടെയും സർഗാത്മകതയുടെയും എല്ലാ മേഖലകളിലും സമാനമായ ഒരു ആവേശം മറ്റൊരു നഗരവും അനുഭവിച്ചില്ല. സ്പെയിനിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി അത് മാറുകയായിരുന്നു. വരാനിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുവാൻ നിങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ, എഴുത്തുകാർ, പ്രസാധകർ, കലാകാരന്മാർ എന്നിവർ ബാഴ്സലോണയിൽ സ്ഥിരതാമസമാക്കിയവരോ അല്ലെങ്കിൽ ബാഴ്സലോണയിലേക്ക് യാത്ര ചെയ്തവരോ ആയിരുന്നു. ആയതിനാൽ ഒരർത്ഥത്തിൽ അത് ലാറ്റിൻ അമേരിക്കയുടെ കൂടെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു. ഒരു കവിയോ നോവലിസ്റ്റോ ചിത്രകാരനോ സംഗീത സംവിധായകനോ ആകണമെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു.
എനിക്കാകട്ടെ അത് മറക്കാനാവാത്ത സൗഹൃദത്തിൻ്റെയും കഥകളുടെയും ഫലഭൂയിഷ്ടമായ ബൗദ്ധിക പ്രവർത്തനങ്ങളുടെയും വർഷങ്ങളായിരുന്നു. പാരീസ് പോലെ ബാഴ്സലോണയും ഒരു ബാബേൽ ഗോപുരം പോലെയായിരുന്നു, ഒരു കോസ്മോപൊളിറ്റൻ സാർവത്രിക നഗരം. അവിടെ ജീവിക്കാനും ജോലി ചെയ്യാനും അത് ഉത്തേജകമായിരുന്നു. ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ആദ്യമായി സ്പാനിഷ് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാർ ഇടകലർന്ന് സാഹോദര്യത്തോടെ ഒരേ പാരമ്പര്യത്തിൻ്റെ ഉടമകളായി പരസ്പരം തിരിച്ചറിഞ്ഞു. അത്തരമൊരു ഉറപ്പിൽ സഖ്യമുണ്ടാക്കി. സ്വേച്ഛാധിപത്യത്തിൻ്റെ അവസാനം ആസന്നമായിരുന്നു. ജനാധിപത്യ സ്പെയിനിൽ പ്രധാന നായകൻ എന്നത് കൾച്ചർ, സംസ്കാരമായിരുന്നു. സ്പെയിനിൻ്റെ ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കുള്ള യാത്ര ആധുനിക കാലത്തെ ഏറ്റവും നല്ല കഥനങ്ങളിലൊന്നാണ്. സമൂഹത്തിൻ്റെ കൂട്ടായ നന്മയ്ക്ക് വേണ്ടി സങ്കുചിത താൽപ്പര്യങ്ങൾ മറന്ന് രാഷ്ട്രീയ നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ മനോഹര ദൃഷ്ടാന്തം മാജിക് റിയലിസത്തിൽ എഴുതിയ നോവൽ പോലെ ഒന്നായിരുന്നു അത്. സമഗ്ര ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്പാനിഷ് മാറ്റം, അവികസനത്തിൽ നിന്നും സമൃദ്ധിയിലേക്കുള്ള മാറ്റം, മൂന്നാം ലോക ഭാവത്തിൽ നിന്നും ഒരു മധ്യവർഗ രാജ്യത്തിലേക്കുള്ള മാറ്റം, യൂറോപ്പുമായുള്ള സ്പെയിനിൻ്റെ കൂടിച്ചേരൽ, കുറച്ചു വർഷങ്ങൾ കൊണ്ട് തന്നെ ജനാധിപത്യ സംസ്കാരത്തിലേക്കുള്ള പുരോഗതി, ലോകത്തെ ആകെ അത് അത്ഭുതപ്പെടുത്തി. ഇതെല്ലാം സ്പെയിനിൻ്റെ ആധുനീകരണത്തിൻ്റെ ആവേഗം വർദ്ധിപ്പിച്ചു. ഈ മാറ്റങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുവാൻ, ദൃക്സാക്ഷിയാകുവാൻ അന്നെനിക്ക് സാധിച്ചു. പലപ്പോഴും അതിനകത്തുള്ള ഒരാളായിട്ടാണ് ഞാൻ അതിനൊക്കെ ദൃക്സാക്ഷിയായത്. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ആധുനിക ലോകത്തിൻ്റെ ചികിത്സയില്ലാത്ത പ്ലേഗ് സ്പെയിനിൻ്റെ ഈ ആഹ്ലാദ കഥയെ ദുഷിപ്പിക്കരുതേ എന്ന്. എല്ലാത്തരം ദേശീയതാവാദത്തെയും ദേശാഭിമാനത്തിലൂന്നിയ പ്രത്യയശാസ്ത്രത്തെയും അല്ലെങ്കിൽ മതത്തെയും ഞാൻ വെറുക്കുന്നു. അത് ഹ്രസ്വദൃഷ്ടിയുള്ളതും സമസ്ത ലോകത്തെയും ഉൾക്കൊള്ളാനാകാത്തതും ബൗദ്ധിക ചക്രവാളത്തെ വെട്ടിമുറിച്ച് അതിൻ്റെ ഉള്ളിൽ വംശീയമായ മുൻവിധികൾ നിറയ്ക്കുന്നതുമാണ്. കാരണം ഒരാളുടെ ജന്മസ്ഥലമെന്ന യാദൃശ്ചിക സാഹചര്യത്തെ അത് പരമോന്നത മൂല്യമായും ധാർമ്മികവും സത്താപരവുമായ ഒരു പദവിയായും മാറ്റുകയാണ് ചെയ്യുന്നത്. മതം കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഏറ്റവും കൂട്ടക്കുരുതികൾ ചെയ്തത് ദേശീയതാവാദമാണ്. 2 ലോകയുദ്ധങ്ങളിലാകട്ടെ, മധ്യകിഴക്കിലെ നിലയ്ക്കാത്ത ചോരപ്പുഴയിലാകട്ടെ, ലാറ്റിൻ അമേരിക്കയിലെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളിലും തർക്കങ്ങളിലും ദേശീയതാവാദം നിർവഹിച്ച പങ്കിനത്ര പങ്ക് മറ്റൊരു ഘടകവും നിർവഹിച്ചിട്ടില്ല. സ്കൂളുകളോ ലൈബ്രറികളോ ആശുപത്രികളോ ഉണ്ടാക്കുന്നതിന് പകരം ആകാശം മുട്ടുന്ന ആയുധ കൂമ്പാരങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഈ ദേശീയതാവാദം ഒന്നുകൊണ്ട് മാത്രമാണ്. പട്ടകെട്ടിയ കുതിരക്കണ്ണുപോലെ സങ്കുചിതമായ ദേശീയതാവാദത്തെ ദേശസ്നേഹമായി ആരും ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ദേശീയതാവാദം മറ്റൊന്നിനെ നിരസിക്കുന്നുണ്ട്, അപര ദേശത്തെ നിരസിക്കുന്നുണ്ട്. അതാണ് ഹിംസയുടെ വിത്ത്. അതിനെ ദേശസ്നേഹമായി കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മൾ ജനിച്ച, നമ്മുടെ പിതാമഹർ ജനിച്ച, നമ്മൾ ആദ്യം സ്വപ്നം കണ്ട ഇടത്തോടുള്ള ആദരം നിറഞ്ഞ സ്നേഹം എന്നത് മറ്റൊന്നാണ്. നമുക്ക് സുപരിചിതമായ ഭൂമിശാസ്ത്രമാണത്. അവിടുത്തെ കുറേ സ്ഥലങ്ങളും പരിചയമുള്ള കുറേ പേരുമാണ് നമുക്ക് ദേശമെന്നത്. അത് നമ്മുടെ ഓർമ്മകളുടെ ദിശാസൂചിയായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഏകാന്തതയ്ക്കെതിരെയുള്ള പ്രതിരോധമായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. മാതൃരാജ്യമെന്നത് കൊടികളോ ദേശഭക്തി ഗാനമോ ധീരദേശസ്നേഹികളെക്കുറിച്ചുള്ള പാട്ടുകളോ അല്ല, മറിച്ച് നമ്മുടെ ഓർമ്മകളെ നിറയ്ക്കുന്ന കുറേ സ്ഥലങ്ങളും കുറേ മനുഷ്യരും മാത്രമാണ്. വിഷാദവും ആഹ്ലാദവും നിറയുന്ന ഓർമ്മകൾ. നാം ലോകത്തിൽ എവിടെയാണ് താമസിക്കുന്നതെങ്കിലും തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ് അത്. പെറു എന്നാൽ എനിക്ക് അരേക്വിപ്പയാണ്. അവിടെ ഞാൻ ജനിച്ചത് മാത്രമേ ഉള്ളൂ. ആ നഗരത്തിൽ ഞാൻ ജീവിച്ചതേയില്ല. എൻ്റെ അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായിമാരും അമ്മാവന്മാരും അവരെ അറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ നഗരത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയാണ്. കാരണം ഞങ്ങളുടെ ഗോത്രത്തിലെ എല്ലാ അരേക്വിപ്പക്കാരും എവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും അവരുടെ സത്വബോധത്തിൽ എപ്പോഴും ആ വെളുത്ത നഗരത്തെ അവർ കൂടെ കൊണ്ടു നടന്നു. മരുഭൂമിയിലെ പ്യൂറ നഗരം, കുള്ളൻ മെസ്ക്വൈറ്റ് മരങ്ങൾ, നീണ്ട കാലങ്ങളായി ആരെയോ കാത്തിരിക്കുന്ന പൊന്തക്കാടുകൾ. മറ്റാരുടെയോ കാലുകൾ എന്നാണ് ആ പൊന്തക്കാടുകളെ നാട്ടിലുള്ളവർ എൻ്റെ ചെറുപ്പക്കാലത്ത് വിളിച്ചിരുന്നത്. എന്തൊരു സങ്കടകരമായ എന്നാൽ രമണീയമായ ഒരു പേരാണത്, മറ്റുള്ളവരുടെ കാലുകൾ. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് വയൽക്കൊറ്റികളല്ല കുഞ്ഞുങ്ങളെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് കമിതാക്കൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന്.
ഞാൻ എഴുതിയ ഒരു കൃതി ആദ്യമായി സ്റ്റേജിൽ അരങ്ങേറിയത് സാൻ മിഗുൽ അക്കാദമിയിലും വെറൈറ്റീസ് തിയേറ്ററിലുമാണ്. ലിമയിലെ മിറാഫ്ലോറസിലെ ഡിഗ ഫെറയുടെയും കൊളോണിൻ്റെയും ഒരു മൂലയാണത്. ഞങ്ങളതിനെ ഹാപ്പി നെയ്ബർഹുഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവിടെയാണ് ഞാൻ നിക്കർ മാറ്റി ആദ്യമായി മുഴുക്കാലൻ ട്രൗസർ ധരിച്ചത്. അവിടെയാണ് ഞാൻ ആദ്യം സിഗരറ്റ് വലിച്ചത്, നൃത്തം ചെയ്യാൻ പഠിച്ചത്, ആദ്യമായി പ്രണയത്തിലായത്, ആദ്യമായി പെൺകുട്ടികൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയം തുറന്നത്. പൊടി നിറഞ്ഞ ലാ ക്രോണിക്ക പത്രം ഓഫീസിലാണ് 16-ാം വയസ്സിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെന്നു നിന്നത്. ആ ജീവിതവും സാഹിത്യത്തോടൊപ്പം ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായി, കർക്കശക്കാരനായി. പുസ്തകങ്ങൾ എന്ന പോലെ കൂടുതൽ ജീവിക്കാൻ, ജീവിക്കുന്ന ലോകത്തെ അറിയാൻ, ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും അറിയുവാൻ, നല്ലവരുമായും ചീത്തവരുമായി ഇടപെടാൻ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുമായി ഇടപഴകാൻ എല്ലാം എന്നെ പത്രജീവിതം പ്രേരിപ്പിച്ചു. ലിയോൺസിയോ പ്രാഡോ മിലിറ്ററി അക്കാഡമിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പെറു അന്നുവരെ ഞാൻ താമസിച്ചിരുന്ന സംരക്ഷിതമായ ഒരു ചെറിയ മധ്യവർഗ കേന്ദ്രമല്ല എന്നും, മറിച്ച് എല്ലാത്തരം സാമൂഹിക കൊടുങ്കാറ്റുകളാലും ഇളകിയ ഒരു വലിയ പുരാതന വിദ്വേഷം നിറഞ്ഞ അസമത്വങ്ങളുള്ള ഒരു രാജ്യമാണെന്നും. കഹുയുഡിലെ രഹസ്യ അറകളിലിരുന്നാണ് ഞങ്ങൾ സാൻ മാർക്കോസിലെ ഒരുപിടി വിദ്യാർത്ഥികളുമായി ചേർന്ന് ലോക വിപ്ലവമുണ്ടാക്കുവാൻ ശ്രമിച്ചത്. എൻ്റെ പെറു എന്നുവെച്ചാൽ 3 വർഷക്കാലം സ്വാതന്ത്ര്യപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാരാണ്. ബോംബുകൾക്കും ബ്ലാക്കൗട്ടുകൾക്കും തീവ്രവാദ കൊലപാതകങ്ങൾക്കും ഇടയിൽ ജനാധിപത്യത്തിൻ്റെ പ്രതിരോധത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ സംസ്കാരത്തിനും വേണ്ടി നടത്തിയ ആ പ്രവർത്തനങ്ങൾ. പെറു എന്നാൽ എനിക്ക് പട്രീഷ്യയാണ്. മുകളിലേക്ക് ഉയർന്ന മൂക്കും അജയ്യമായ സ്വഭാവവുമുള്ള എൻ്റെ കസിൻ. 45 വർഷങ്ങൾക്ക് മുൻപ് അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇന്നും എന്നെ എഴുതാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ ഉന്മാദങ്ങളും ഞരമ്പ് രോഗങ്ങളും ദേഷ്യങ്ങളും. അവളില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം വളരെക്കാലം മുൻപേ തന്നെ പ്രക്ഷുബ്ധമായ ചുഴലിക്കാറ്റിൽ അലിഞ്ഞു പോയിരുന്നേനെ. അൽവാരോ, ഗോൺസാലോ, മോർഗാന എന്നീ മക്കളും ഞങ്ങളുടെ നിലനിൽപ്പിനെ സന്തോഷിപ്പിക്കുന്ന 6 പേരക്കുട്ടികളും ഞങ്ങൾക്ക് ഉണ്ടാക്കുമായിരുന്നില്ല. അവൾ എന്തും ചെയ്യും, ചെയ്യുന്നതെല്ലാം ഭംഗിയായി ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ അവളാണ് നോക്കുന്നത്. എന്തു കുഴപ്പമുണ്ടായാലും ക്രമസമാധാനം അവൾ ഉറപ്പുവരുത്തും. പത്രക്കാരെയും അനാവശ്യ ഇടപെടലുകാരെയും ഒരകലത്തിൽ നിർത്തും. എൻ്റെ സമയത്തെ അവൾ ക്രമീകരിച്ചും സംരക്ഷിച്ചും നിർത്തും. ആരെയൊക്കെ കാണണമെന്ന് നിശ്ചയിക്കും. യാത്രകൾ തീരുമാനിക്കും. പെട്ടികൾ ഒരുക്കും, പെട്ടികൾ അഴിക്കും. ഞാനുമായി എന്തു വഴക്കിടുമ്പോഴും ഉദാരമായി എന്നെ അഭിനന്ദിക്കും. മെറിയോ, എഴുതാനല്ലാതെ മറ്റൊന്നിനും നിങ്ങളെ കൊള്ളില്ല. ഇനി ഞാൻ സാഹിത്യത്തിലേക്ക് തിരിച്ചു പോകട്ടെ. എനിക്ക് പറുദീസ എന്നത് ബാല്യകാലത്തിൽ സാഹിത്യത്തിൽ വായിച്ചറിയേണ്ട കെട്ടുകഥയൊന്നുമായിരുന്നില്ല. കൊച്ചബാമ്പയിലെ വലിയ 3 മുറ്റങ്ങളുള്ള കൂട്ടുകുടുംബ വീട്ടിൽ ഞാൻ ജീവിച്ചതും ആസ്വദിച്ചതുമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു അത്. എൻ്റെ കസിൻസും സ്കൂളിലെ കൂട്ടുകാരും ചേർന്ന് ടാർസൻ്റെയും സാൽഗരിയുടെയും കഥകൾ വീട്ടിൽ പിയൂറയിലെ സ്കൂളിൽ പുനരാവിഷ്കരിച്ചു. നക്ഷത്ര നിബിഡമായ ചൂടുള്ള രാത്രികൾ, വവ്വാലുകൾ മച്ചിൽ കൂടുകൂട്ടിയിരുന്ന മാളികകൾ, രാത്രികളിൽ നിഗൂഢത നിറഞ്ഞ നിഴലുകളായി അത് മാറി. അക്കാലത്തെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊരു കളിയായിരുന്നു. കുടുംബം ആഘോഷിച്ചിരുന്ന ഒരു കളി. എൻ്റെ കഥകൾക്ക് കൈയടിക്കുവാൻ എല്ലാവരും കൂടി, അച്ഛൻ ഒഴിച്ച്. അച്ഛൻ എത്ര മുന്നേ മരിച്ച് സ്വർഗത്തിൽ പോയിരുന്നു. അദ്ദേഹം സുന്ദരനായിരുന്നു, നല്ല ഉയരമുണ്ടായിരുന്നു, നാവിക യൂണിഫോമിൽ കാണാൻ തന്നെ അഴകായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം എൻ്റെ രാത്രി മേശയെ എന്നും അലങ്കരിച്ചിരുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ എന്നും ഞാൻ അതിൽ ചുംബിച്ചിരുന്നു. ഞാൻ അത് നോക്കി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ഒരു ഞെട്ടൽ സംഭവിച്ചു. ഇന്നും ആ ഞെട്ടലിൽ നിന്നും ഞാൻ മോചിതനായിട്ടില്ല. പിയൂറായിലെ ഒരു പ്രഭാതത്തിൽ അമ്മ എന്നോട് വന്നു പറഞ്ഞു, ആ മാന്യൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ലിമയിൽ അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാൻ വേണ്ടി നമ്മൾ അന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുകയാണെന്നും അമ്മ പറഞ്ഞു. എനിക്കന്ന് 11 വയസ്സായിരുന്നു പ്രായം. ആ നിമിഷം മുതൽ ജീവിതത്തിൽ എല്ലാം മാറിമറിഞ്ഞു. ജീവിതത്തിലെ നിഷ്കളങ്കത എനിക്ക് നഷ്ടപ്പെട്ടു. എന്താണ് ഏകാന്തത, എന്താണ് അധികാരം, എന്താണ് മുതിർന്ന ജീവിതം, എന്താണ് ഭയം എന്നിവയെല്ലാം ഞാൻ കണ്ടെത്തുകയായിരുന്നു. എനിക്കെപ്പോഴും രക്ഷ വായനയും പുസ്തകങ്ങളും മാത്രമായിരുന്നു. നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ജീവിതം മഹത്വപൂർണവും തീവ്രവും ഒന്നിനു പുറകെ ഒന്നായി സാഹസികത നിറഞ്ഞതുമായ ലോകങ്ങൾ തുറന്നു തന്നു. ആ ലോകങ്ങളിൽ അഭയം തേടി. അവിടെയെങ്കിലും സ്വതന്ത്രനാകുക, അങ്ങനെയെങ്കിലും വീണ്ടും സന്തോഷവാനായിരിക്കുക.
പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ദുർഗുണത്തിന്, വിലക്കപ്പെട്ട ഒരു അഭിനിവേശത്തിന് ഒരാൾ സ്വയം വിട്ടുകൊടുക്കുന്നത് പോലെയാണ് വായനയിലേക്ക്, പുസ്തകങ്ങളിലേക്ക് വീഴുക എന്നത്. രഹസ്യമായി അതൊക്കെ ഞാൻ എഴുതുകയായിരുന്നു. അങ്ങനെ സാഹിത്യം ഒരു കളിയായി മാറുന്നത് അവസാനിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുവാനും പ്രതിഷേധിക്കാനും മത്സരിക്കാനും അസഹനീയമായതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഒരു മാർഗമായി സാഹിത്യം മാറി. അത് ജീവിച്ചിരിക്കുവാനുള്ള ഒരു കാരണമായി മാറി. അന്നു മുതൽ ഇന്നുവരെ നിരാശയോ അടിച്ചമർത്തലോ തോന്നിയ എല്ലാ സാഹചര്യങ്ങളിലും നിരാശയുടെ വക്കിൽ ഒരു കഥാകാരൻ എന്ന നിലയിൽ എൻ്റെ ജോലിക്ക് ശരീരവും ആത്മാവും നൽകുന്നത് സാഹിത്യമാണ്. തുരങ്കത്തിനറ്റത്തെ വെളിച്ചം പോലെയാണത്. കപ്പൽ തകർന്നുപോയ മനുഷ്യനെ കരയിലേക്ക് കൊണ്ടുപോകുന്ന പലക. എഴുത്തുകാരൻ എന്ന നിലയിലെ ജീവിതം സുഗമമല്ല. രക്തം പോലും വിയർത്തുപോകും വിധം പ്രയാസകരമാണത്. എല്ലാ എഴുത്തുകാർക്കും ഇതുതന്നെയാണ് സ്ഥിതി. പലപ്പോഴും പക്ഷാഘാതം വരുമെന്ന് വരെ തോന്നിപ്പോകും. ഭാവനയുടെ വരണ്ട കാലവും ഉണ്ടാകും. എന്നാൽ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഒരൊറ്റ കഥ നിർമ്മിക്കാനായി മാസങ്ങളും വർഷങ്ങളും ചെലവഴിച്ചതുപോലെ മറ്റൊന്നും ജീവിതത്തിൽ എന്നെ ആഹ്ലാദിപ്പിച്ചിട്ടില്ല. അനിശ്ചിതമായ അതിൻ്റെ തുടക്കത്തിൽ നിന്നും, എന്നോ ജീവിച്ചു തീർത്ത അനുഭവത്തിൻ്റെ ഓർമ്മകളുടെ ശേഖരത്തിൽ നിന്നും രൂപങ്ങളെ വീണ്ടെടുക്കൽ എന്തൊരു അസ്വസ്ഥതയാണത്. പിന്നെ അതൊരാവേശമാകുന്നു. ഒരു ദിവാസ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പ്രക്ഷുബ്ധമായ പ്രേതമേഘങ്ങളെ ഒരു കഥയാക്കി മാറ്റാനുള്ള ദൃഢനിശ്ചയമാണത്. ഫ്ലൗബർട്ട് പറഞ്ഞിട്ടുണ്ട്, എഴുത്തെന്നത് ഒരു ജീവിത ശൈലിയാണെന്ന്. സത്യമാണത്. മിഥ്യയോടൊത്ത് ജീവിക്കുക, എന്നിട്ട് തലച്ചോറിലേക്ക് സന്തോഷവും തീപ്പൊരികളും എറിയുക. അതൊരു ജീവിത രീതിയാണ്. അതിൽ പ്രാവീണ്യം നേടുന്നതുവരെ അവ്യക്തമായ വാക്കുകളുമായി നിങ്ങൾക്ക് പോരടിക്കേണ്ടി വരും. ഭ്രൂണാവസ്ഥയിലുള്ള ഒരു കഥയെ തീറ്റിപ്പോറ്റാൻ ആഗ്രഹിക്കുന്ന ഇരയെ തേടിയിറങ്ങിയ വേട്ടക്കാരനെ പോലെയാണ് എഴുത്തുകാരൻ. ആ കഥയോടുള്ള ആർത്തി പെരുകി മറ്റെല്ലാ കഥകളെയും അയാൾ വിഴുങ്ങുവാൻ ആഗ്രഹിക്കും. കഥയുടെ ഗർഭകാലത്ത് തലകറക്കം അനുഭവിക്കും. എന്നാൽ അത് വളരാൻ തുടങ്ങുമ്പോൾ സ്വയം ജീവിക്കാൻ തുടങ്ങും. കഥാപാത്രങ്ങൾ നടക്കാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും, ആത്മാഭിമാനമുള്ളവരായി വളരും. ഒരു സ്വഭാവവും പിന്നീട് അവരിൽ നമുക്ക് അടിച്ചേൽപ്പിക്കാനാകാതെ വരും. അല്ലെങ്കിൽ അവരെ നമുക്ക് കൊന്നുകളയേണ്ടി വരും. അല്ലാതെ അവരുടെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയെ ഇല്ലാതാക്കുവാൻ എഴുത്തുകാരന് കഴിയില്ല. എനിക്കെപ്പോഴും തോന്നാറുള്ള അനുഭവമാണിത്. നിങ്ങൾ സ്നേഹിക്കുന്ന സ്ത്രീയെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം നിർത്താതെ പ്രണയിക്കുന്നത് പോലെ തലകറക്കമുണ്ടാകുന്ന ഒരനുഭവമാണത്. ഫിക്ഷനെക്കുറിച്ച് പറയുമ്പോൾ നോവലിനെക്കുറിച്ച് മാത്രമേ ഞാൻ വളരെയധികം സംസാരിച്ചുള്ളൂ. എന്നാൽ അതിൻ്റെ പ്രമുഖമായ മറ്റൊരു രൂപമായ നാടകത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ സംസാരിക്കാറുള്ളൂ ഞാൻ. തീർച്ചയായും അത് വലിയൊരു അനീതിയാണ്. എൻ്റെ ആദ്യ പ്രണയം നാടകത്തോടായിരുന്നു. ലിമയിലെ സിഗൂറ തിയേറ്ററിൽ വെച്ച് ആർതർ മില്ലറുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ കണ്ടതോടെയാണ് നാടകത്തോടുള്ള എൻ്റെ പ്രണയം തുടങ്ങിയത്. അതെന്നെ വികാരഭരിതനാക്കി. ഇൻകാകളെ ഉൾപ്പെടുത്തി ഒരു നാടകം എഴുതുവാൻ അതെന്നെ പ്രേരിപ്പിച്ചു. കൗമാരത്തിൽ നാടകമായിരുന്നു എൻ്റെ പ്രണയഭാജനം. 1950കളിൽ ലിമയിൽ ഒരു നാടക പ്രസ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു നോവലിസ്റ്റ് ആകുന്നതിനു പകരം നാടകകൃത്തായി മാറുമായിരുന്നു. അതായിരുന്നിരിക്കണം ആഖ്യാനത്തിലേക്ക് എന്നെ കൂടുതൽ ആകർഷിച്ചത്. പക്ഷേ നാടകത്തോടുള്ള എൻ്റെ പ്രണയം ഒരിക്കലും അവസാനിച്ചിട്ടില്ല താനും. അത് മയങ്ങി നോവലുകളുടെ നിഴലുകളിൽ ചുരുണ്ടുകൂടി ഒരു പ്രലോഭനവും ഗൃഹാതുരത്വവും പോലെ. ഇപ്പോഴും ഒരു നാടകം ആവേശകരമായി കാണുമ്പോൾ എല്ലാം ഉണർന്നു പൊന്തും എന്നിൽ. 1970കളുടെ അവസാനം 100 വയസ്സായ ഒരു വല്യമ്മായിയുടെ നിലയ്ക്കാത്ത ഓർമ്മകൾ. അവസാന വർഷങ്ങളിൽ സ്വന്തം ജീവിത പരിസരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിട്ട് അവർ ഓർമ്മകളിൽ അഭയം തേടി. കഥകളിൽ. അത് എന്നോടൊരു നാടക കഥ നിർദ്ദേശിച്ചു. ഒരു നാടകത്തിന് മാത്രമേ ഇത് പ്രകാശിപ്പിക്കുവാൻ കഴിയൂ എന്നെനിക്ക് തോന്നി. ഒരു തുടക്കക്കാരൻ്റെ വിറകൊള്ളുന്ന ആവശ്യത്തോടെയാണ് ഞാൻ അത് എഴുതിയത്. നോർമ അലാൻഡ്രോയെ നായികയായി സ്റ്റേജിൽ ഞാൻ സങ്കല്പിച്ചു. പിന്നീട് നോവലുകൾക്കും ഉപന്യാസങ്ങൾക്കും ഇടയിൽ ഞാൻ പലതവണ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു. മാത്രമല്ല, 70ാമത്തെ വയസ്സിൽ അഭിനയിക്കാനായി ഒരു വേദിയിൽ കയറേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല താനും. വീണ്ടു വിചാരമില്ലാത്ത ഒരു സാഹസികത എൻ്റെ മാംസത്തിലും അസ്ഥിയിലും ഞാൻ ആദ്യമായി അനുഭവിച്ചറിയുകയായിരുന്നു. കഥകൾ എഴുതി ജീവിതം നയിച്ച ഒരാൾ ഒരു ഫാൻറ്റസി കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അരങ്ങിൽ ജീവിക്കുക എന്ന അനുഭവം അത്ഭുതകരമായിരുന്നു. ഈ പരിഭ്രാന്തിയിലും എന്നെ അതിന് പ്രേരിപ്പിച്ച സുഹൃത്തുക്കളായ സംവിധായിക ജോൺ ഒല്ലെ,
നടി ഐറ്റാന സാഞ്ചസ് ഗിജോൺ എന്നിവരോട് എനിക്കുള്ള കൃതജ്ഞത പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം വലുതാണ്. സാഹിത്യമെന്നത് ജീവിതത്തിൻ്റെ തെറ്റായ പ്രതിനിധാനമാണ്. എന്നിരുന്നാലും ജീവിതത്തെ നന്നായി മനസ്സിലാക്കാനും നാം ജനിക്കുകയും കടന്നുപോകുകയും മരിക്കുകയും ചെയ്യുന്ന രാവണൻ കോട്ടയിൽ നമ്മെ തന്നെ നയിക്കുവാനും അത് നമ്മെ സഹായിക്കുന്നുണ്ട്. യഥാർത്ഥ ജീവിതം നമ്മിൽ വരുത്തിവെക്കുന്ന തിരിച്ചടികൾക്കും നിരാശകൾക്കും സാഹിത്യം പരിഹാരമാകുന്നു. അതുകൊണ്ട് തന്നെ അസ്തിത്വത്തിൻ്റെ വിചിത്ര ലിപികളെ ഭാഗികമായെങ്കിലും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നു. സംശയങ്ങളും സന്ദേഹങ്ങളും അനിശ്ചിതത്വവും നിറഞ്ഞ അസ്തിത്വത്തിൻ്റെ പ്രാചീന ലിപികൾ നാം വായിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു സാഹിത്യത്തിലൂടെ. ചരിത്രത്തിൻ്റെ ബോധമോ അബോധമോ യുക്തിയോ അയുക്തിയോ വായിച്ചെടുക്കുവാൻ സാഹിത്യത്തിലൂടെ നമുക്ക് കഴിയുന്നു. മൃഗങ്ങളിൽ നിന്നും തെല്ലും വ്യത്യസ്തരല്ലാതെ ഗുഹകളിൽ തീക്കു ചുറ്റും മിന്നലുകളുടെയും ഇടിമിന്നലുകളുടെയും ഇടയിൽ മുരളുന്ന മൃഗങ്ങളുണ്ടാക്കുന്ന പേടിയിൽ ജീവിച്ചിരുന്ന പൂർവിക മനുഷ്യർ ഏതു ഭാഷയിൽ കഥകൾ പറഞ്ഞിരുന്നു എന്നോർത്ത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മനുഷ്യവിധിയുടെ ഒരു നിർണായക നിമിഷമായിരുന്നു അത്. തീർച്ചയായും ഒരു കഥാകാരൻ്റെ ശബ്ദത്തിൽ ഒതുങ്ങി നിന്ന് പ്രാകൃത മനുഷ്യർ അത് കേൾക്കുന്നത്. ആ ജീവികൾക്ക് ആ കഥകൾ നൽകിയ സംരക്ഷണ വലയത്തിലാണ് നാഗരികത ആരംഭിച്ചത്. ക്രമേണ അത് മാനുഷികമായി, സ്വയംഭരണ വ്യവസ്ഥയായി, ശാസ്ത്രം, കലകൾ, നിയമം, സ്വാതന്ത്ര്യം തുടങ്ങിയവ കണ്ടെത്തപ്പെട്ടു. മനുഷ്യ ശരീരം, സ്ഥലം, നക്ഷത്രരാശികളിലേക്കുള്ള യാത്ര, എല്ലാ സൂക്ഷ്മ പരിശോധനകളും തുടങ്ങിയ പാത ആ ഗുഹാമനുഷ്യൻ പറഞ്ഞ ആദ്യ കഥയിൽ നിന്നാണ്. അജ്ഞാതവും അപകടകരവുമായ ഒരു ലോകത്തിൻ്റെ നിഗൂഢതകളാലും അപകടങ്ങളാലും ഭയന്നിരുന്ന ശ്രോതാക്കൾക്ക് മുന്നിൽ ആദ്യമായി ഒരു പുതിയ സംഗീതം പോലെ പ്രതിധ്വനിച്ച ആ കഥകൾ, കെട്ടുകഥകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒരു തണുത്ത കുളി. എപ്പോഴും ജാഗരൂകരായി തളർന്ന അവർക്ക്, ഭയത്താൽ ജാഗരൂകരായി തളർന്ന അവർക്ക് ഒരു തണുത്ത കുളി, ശാന്തം, അതായിരുന്നിരിക്കണം ഗുഹാകാലത്തെ കഥകൾ. അവരുടെ നിലനിൽപ്പ് തന്നെ കഷ്ടിച്ച് ഭക്ഷണം കഴിക്കുക, ഭയങ്ങളിൽ നിന്നും അഭയം തേടുക, അതിനായി കൊല്ലുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നിവ മാത്രമായിരുന്നു. കഥാകൃത്തുക്കളുടെ പ്രേരണയാൽ അവർ കൂട്ടമായി സ്വപ്നം കാണാൻ തുടങ്ങി. അവർ സ്വപ്നങ്ങൾ പങ്കിടാൻ തുടങ്ങിയപ്പോൾ മുതൽ അതിജീവനത്തിൻ്റെ ക്രൂരമായ ട്രെഡ്മില്ലിൽ, ഒരു ചുഴലിക്കാറ്റിൽ അവർ കുടുങ്ങിപ്പോയില്ല. അവരുടെ ജീവിതം സ്വപ്നമായും ആനന്ദമായും ഫാൻറ്റസിയായും വിപ്ലവകരമായ ഒരു പദ്ധതിയായും മാറി. തടവിൽ നിന്നും അവർ പുറത്തു വരികയായിരുന്നു, മാറുകയായിരുന്നു, പുരോഗമിക്കുകയായിരുന്നു. അവരെ ചുറ്റിപ്പറ്റി നിന്ന നിഗൂഢതകളുടെ ചുരുളഴിക്കാനുള്ള ശേഷി അവർക്ക് കിട്ടുകയായിരുന്നു. പിന്നെയാണ് എഴുത്തു പിറന്നത്. കേൾക്കുന്നതോടൊപ്പം കഥകൾ വായിക്കാമെന്നായി. സാഹിത്യത്തിന് ഒരുതരം സ്ഥിരത വന്നു. അതോടുകൂടി അവിഛിന്നമായ ഈ പ്രക്രിയ കൂടുതൽ സമ്പന്നമാകുകയായിരുന്നു. പുതിയ തലമുറയോട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു വിനോദമല്ല എന്ന്, ഒരു ധൈഷണിക പ്രക്രിയയേക്കാൾ അത് ഉയർന്നതാണെന്നും പറഞ്ഞു കൊടുക്കണം. ഒരു ധൈഷണിക പ്രക്രിയ ഒരാളുടെ വിമർശശേഷിയെ ഉത്തേജിപ്പിച്ചേക്കാം, എന്നാൽ കഥയൊക്കെ അതിലും ഉപരിയാണ്. മനുഷ്യനിലെ ഏറ്റവും നല്ലത് എന്ന അംശം നിരന്തരം പുതുക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ നാഗരികതയ്ക്ക് തുടർന്നും നിലനിൽക്കാൻ കഴിയൂ. ഒറ്റപ്പെടൽ എന്ന ക്രൂരതയിലേക്ക് നാം പിൻവാങ്ങാതിരിക്കാനും, എന്നാൽ അതേസമയം കാര്യങ്ങൾ ആഴത്തിൽ കാണുകയും എന്നാൽ അവയെ ചുറ്റിപ്പറ്റിയുള്ളതും മുമ്പുള്ളതും തുടരുന്നതും അവഗണിക്കുകയും ചെയ്യുന്ന ഈ പുതിയ തരം സ്പെഷ്യലിസ്റ്റുകളുടെ പ്രായോഗികതയിലേക്ക് ജീവിതം ചുരുങ്ങാതിരിക്കാനും പുതിയ തലമുറയോട് കഥകളുടെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. നാം നമ്മെ സേവിക്കാനായിട്ടുണ്ടാക്കിയ യന്ത്രങ്ങൾ നമ്മെ അടിമപ്പെടുത്താതിരിക്കണമെങ്കിൽ കഥകളുടെ ആവശ്യമുണ്ട്. സാഹിത്യമില്ലാത്ത ഒരു ലോകം ആഗ്രഹങ്ങളോ ആദർശങ്ങളോ അനാദരവോ ഇല്ലാത്ത ലോകമായി മാറും. മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്നതെന്തോ അതില്ലാത്ത യന്ത്രപ്പാവകളുടെ ലോകമായി മാറും സാഹിത്യമില്ലെങ്കിൽ. നമ്മുടെ സ്വപ്നങ്ങൾ കളിമണ്ണാണ്. അതുകൊണ്ട് ഓരോന്നുണ്ടാക്കി നമ്മൾ മറ്റുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. ഗുഹാജീവിതം മുതൽ അമ്പരചുംബികളിലെ ജീവിതം വരെ, ഗദയിൽ നിന്നും കൂട്ടനശീകരണ ആയുധങ്ങൾ വരെ, ഗോത്രജീവിതത്തിൽ നിന്നും ആഗോളവൽക്കരണം വരെ, സാഹിത്യത്തിലെ ഫിക്ഷൻ മനുഷ്യാനുഭവങ്ങളെ വർദ്ധിപ്പിച്ചു. അലസത, പിൻവലിയൽ എന്നിവകളിലേക്ക് നമ്മെ തള്ളിവിടുന്നത് സാഹിത്യം തടയുന്നു. സാഹിത്യത്തിന് നന്ദി നുണകളുടെ ജീവിതം ചേർത്തതുകൊണ്ട്. യഥാർത്ഥ ജീവിതം ഒരിക്കലും തരാത്ത മഹത്തായ സാഹസികതകളിൽ വീരനായകന്മാരാകുവാൻ നമുക്ക് കഴിയുന്നത് സാഹിത്യമുള്ളതുകൊണ്ടാണ്. നമ്മുടെ ഭാവനകളിലും ആഗ്രഹങ്ങളിലും ഇത്രയധികം അസ്വസ്ഥത വിതച്ച മറ്റൊന്ന് സാഹിത്യത്തിനതുപോലെ വേറൊന്നില്ല.
സാഹിത്യത്തിലെ നുണകൾ നമ്മളിലൂടെയാണ് സത്യമായി മാറുന്നത്. വായനക്കാരാണ് രൂപാന്തരപ്പെടുന്നത്. ആഗ്രഹങ്ങളാൽ അവർ ഭൂതാവിഷ്ടരാകുന്നു. ഫിക്ഷനിലൂടെ ഒരു സർവ്വസാധാരണ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ ശാശ്വതമായി ചോദ്യം ചെയ്യുന്നു. മന്ത്രവാദം പോലെ സാഹിത്യം നമുക്കില്ലാത്തത് ലഭിക്കുമെന്ന പ്രത്യാശ പ്രദാനം ചെയ്യുമ്പോൾ, നമ്മളല്ലാതെയാകുമ്പോൾ, വിഗ്രഹോപാസകരിലെ ദൈവങ്ങളെപ്പോലെ ഒരേ സമയം മനുഷ്യരും ദൈവവുമാകുമ്പോൾ അത് അനുസരണക്കേടും മത്സരവും കൊണ്ടുവരുന്നു. മനുഷ്യകഥകളിലെ വീരേതിഹാസങ്ങളെല്ലാം ഉണ്ടായത് അങ്ങനെയാണ്. എന്നാൽ അവ മനുഷ്യബന്ധങ്ങളിലെ ഹിംസയുടെ അളവ് കുറച്ചു. ഹിംസ ഇല്ലാതാകുകയില്ല, എന്നാൽ അതിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഭാഗ്യവശാൽ മനുഷ്യൻ്റേത് എപ്പോഴും പൂർത്തിയാകാത്ത ഒരു കഥയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണുന്നതും വായിക്കുന്നതും എഴുതുന്നതും തുടരേണ്ടത്. മനുഷ്യ അവസ്ഥ ലഘൂകരിക്കുന്നതിനും കാലഹരണത്തെ പരാജയപ്പെടുത്തുന്നതിനും അസാധ്യമായവയെ സാധ്യമാക്കുന്നതിനും നാം കണ്ടെത്തിയ ഫലപ്രദമായ മാർഗമാണ് സ്വപ്നം കാണുക, വായിക്കുക, എഴുതുക എന്നത്. 2010 ഡിസംബർ 7 നോബൽ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് മേരിയോ വർഗാസ് യോസ ചെയ്ത മറുപടി പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ദില്ലി ദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റിൽ കേട്ടത്. മഹാനായ സാഹിത്യകാരന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. ദില്ലി ദാലി കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, എസ് ഗോപാലകൃഷ്ണൻ.